Hi dear friends, in the previous class we studied about the structure of the eye in detail. In this class we are going to study the functioning of the eye. Among them, the first one is regulation of light in the eye. The entry of large amount of light is harmful to the tissue of the eye. കണ്ണിനകത്തേക്ക് ധാരാളമായി ലൈറ്റ് കടന്നു കഴിഞ്ഞാൽ അത് കണ്ണിലെ ടിഷ്യൂസിനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് ഈ സെൻറ്റൻസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഉച്ച സമയത്ത് സൂര്യന് നേരെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കുമോ? ഭയങ്കര ഒരു ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യും അല്ലേ? എന്തുകൊണ്ടാണ് നമുക്ക് സൂര്യനെ തുടർച്ചയായി ഉച്ച സമയത്ത് നോക്കാനായിട്ട് പറ്റാത്തത്? നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഐയിലെ ടിഷ്യൂസ് ഡാമേജ് ആകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ തല തിരിച്ചു കളയും. അത് നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസമാണ്. അപ്പോൾ നമ്മുടെ കണ്ണിനകത്തേക്ക് മിതമായ അളവിലാണ് ലൈറ്റ് എൻട്രി ചെയ്യേണ്ടത്. അത് കുറഞ്ഞു പോകാനും പാടില്ല, കൂടിപ്പോകാനും പാടില്ല. അപ്പോൾ കണ്ണിനകത്തേക്ക് കടക്കുന്ന ലൈറ്റിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. അതിന് കണ്ണിലെ രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. That is iris and pupil. We already studied iris is the dark colored portion of the eye and an aperture seen at the center of the iris is called pupil. ഇത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, iris and the aperture at its center called pupil regulate the amount of light falling on the ഐസ്. ഐയിലോട്ട് കടക്കുന്ന ലൈറ്റിൻ്റെ ക്വാണ്ടിറ്റീനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഐറിസും അതിൻ്റെ സെൻറ്ററിലെ അപ്പേർച്ചറായ പീപ്പിളുമാണ്. കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഒരു ഡയഗ്രാം അനാലിസിസിലോട്ടൊന്ന് പോകാം. സി, ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 24 there is a figure 2.2 which explain the regulation of light in the eye. Let's see. First, ഇത് റിയൽ പിക്ചറാണ്, ഇത് ഒരു കാർട്ടൂൺ പിക്ചറാണ്. റിയൽ പിക്ചറിനകത്ത് കാണിച്ചിരിക്കുന്നത് ഡിം ലൈറ്റ്. പീപ്പിൾ എന്ത് ചേഞ്ചാണ് ഉണ്ടായത്? പീപ്പിൾ ഡയലേറ്റ്സ്, പീപ്പിൾ വലുതായിരിക്കുന്നു. ബ്രൈറ്റ് ലൈറ്റ്, വാട്ട് ചേഞ്ച് ഹാപ്പൻസ് ടു ദ പീപ്പിൾ? പീപ്പിൾ ചെറുതായിരിക്കുന്നു അല്ലേ? പീപ്പിൾ കൺട്രാക്ട്. ഇവിടെ പീപ്പിളുടെ സൈസ് വളരെ ചെറുതാണ്. പീപ്പിൾ കൺട്രാക്ട്. ഹിയർ യു സീ ഡിം ലൈറ്റ്, പീപ്പിൾ ഡൈലേറ്റ്. ബ്രൈറ്റ് ലൈറ്റ്, പീപ്പിൾ കൺട്രാക്ട്. ഹൗ ഇറ്റ് ഈസ് ഹാപ്പൻ? ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ റേഡിയൽ മസിൽസ് ആൻഡ് സർക്കുലർ മസിൽസ്. വി ഓൾറെഡി സ്റ്റഡീഡ് ഐറിസ് ഹാസ് റേഡിയൽ ആൻഡ് സർക്കുലർ മസിൽസ്. When radial muscle contracts, the pupil dilates. Radial muscles contract ചെയ്യുമ്പോൾ പീപ്പിളിൻ്റെ സൈസ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ. When circular muscle contract, the pupil contract. പീപ്പിൾ ചുരുങ്ങിയിരിക്കും, അപ്പോൾ സൈസ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ. ഡിം ലൈറ്റിൽ റേഡിയൽ മസിൽസ് കൺട്രാക്ട് ചെയ്യും, പീപ്പിളിൻ്റെ സൈസ് കൂടും. അപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും? ഐസിനകത്തോട്ട് കിടക്കും. കാരണം മങ്ങിയ വെളിച്ചമാണ്. മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് വസ്തുക്കളെ കാണണമെങ്കിൽ കണ്ണിനകത്ത് ധാരാളം ലൈറ്റ് കടക്കണം. ആവശ്യത്തിന്, ധാരാളം എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് ലൈറ്റ് കടക്കണം. അപ്പോൾ ഡിം ലൈറ്റിലാണെങ്കിൽ റേഡിയൽ മസിൽ കൺട്രാക്ട് ചെയ്യുന്നു, ഐറിസിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ പീപ്പിളിൻ്റെ സൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പീപ്പിൾ ഡൈലേറ്റ് ചെയ്യും. അപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് enough light enter into the eye. ഓക്കെ, ഇവിടെ വരുമ്പോഴേക്കുള്ളൂ ബ്രൈറ്റ് ലൈറ്റിൽ സർക്കുലർ മസിൽസ് കൺട്രാക്ട്, പീപ്പിൾ കൺട്രാക്ട്, പീപ്പിളിൻ്റെ സൈസ് കുറയും. കാരണം എന്താണ്? ബ്രൈറ്റ് ലൈറ്റാണ്. അപ്പോൾ കുറച്ച് ലൈറ്റ് കണ്ണിനകത്ത് കടന്നാൽ മതി. അപ്പോൾ പീപ്പിളിൻ്റെ സൈസ് എന്ത് ചെയ്യണം? കുറയണം. പീപ്പിളിൻ്റെ സൈസ് കുറഞ്ഞിരിക്കുമ്പോൾ കുറച്ച് ലൈറ്റ് മാത്രമേ കടത്തി വിടത്തുള്ളൂ. See dear students, we just discussed about this figure, then we are going to discuss this paragraph. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. നിങ്ങൾക്കും എനിക്കും ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിലൊക്കെ കറങ്ങി നടന്നിട്ട് ക്ലാസ് മുറിയിലോട്ട് കയറുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ഇരുട്ട് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ?
അതിന് കാരണം എന്താണ്? നിങ്ങൾ ഗ്രൗണ്ടിലായിരുന്നപ്പോൾ ബ്രൈറ്റ് ലൈറ്റ് ആയിരുന്നു. ബ്രൈറ്റ് ലൈറ്റ് സമയത്ത് നിങ്ങളുടെ പീപ്പിൾ എന്തായിരുന്നു? കൺട്രാക്ട് ചെയ്തിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ക്ലാസ് മുറിക്ക് അകത്തോട്ട് കിടന്നപ്പോൾ എന്ത് പറ്റി? അവിടെ ഡിം ലൈറ്റ് ആയിരുന്നു. അപ്പോൾ പീപ്പിൾ കൺട്രാക്ട് ചെയ്തിരുന്നതുകൊണ്ട് കുറച്ച് ലൈറ്റ് മാത്രമേ അകത്തോട്ട് കടന്നുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ക്ലാസ് മുറിക്കകത്ത് കയറിയപ്പോൾ എന്ത് സംഭവിച്ചത്? ഇരുട്ടായിട്ട് ഫീൽ ചെയ്ത്. എന്നാൽ ക്രമേണ കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ലാസ് മുറിക്കത്തുള്ള എല്ലാ വസ്തുക്കളെയും കാണാനായിട്ട് പറ്റും. അതിന് കാരണം എന്താണ്? ഈ കൺട്രാക്ട് ചെയ്തിരുന്ന പീപ്പിൾ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിം ലൈറ്റിൽ ഡൈലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഡൈലേറ്റ് ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള ലൈറ്റ് അകത്തേക്ക് കിടക്കുകയും നിങ്ങൾക്ക് കാണാനായിട്ട് ഒബ്ജക്റ്റുകൾ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, അതായിരുന്നു അതിനുള്ള റീസൺ. മറ്റൊരു റീസൺ കൂടെ ഉണ്ട് അതിനകത്ത്, അത് നമ്മൾ മറ്റൊരു ക്ലാസ്സിനകത്തേക്ക് പഠിക്കും. Okay, here the size of the pupil is regulated by the action of circular muscles and radial muscles. നമ്മൾ പറഞ്ഞു പീപ്പിളിൻ്റെ സൈസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? റേഡിയൽ മസിൽസും സർക്കുലർ മസിൽസും ആണ്. ഓക്കെ, when radial muscles contract in dim light, the size of the pupil increases. ഡിം ലൈറ്റിൽ റേഡിയൽ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ സൈസ് ഓഫ് ദ പീപ്പിൾ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. when circular muscle contract in intense light, the size of the pupil decrease. ബ്രൈറ്റ് ലൈറ്റ്, ഇൻറ്റൻസ് ലൈറ്റിൽ സർക്കുലർ മസിൽ കൺട്രാക്ട് ചെയ്യുന്നു, സൈസ് ഓഫ് ദ പീപ്പിൾ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. Thus, the amount of light falling on the lens is regulated according to the intensity of light. അപ്പോൾ എത്രത്തോളം ലൈറ്റ് ആ കണ്ണിനകത്തേക്ക് കടക്കണം എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് റേഡിയൽ മസിലും സർക്കുലർ മസിൽസും ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കണ്ണിനകത്തേക്ക് ആവശ്യമായ ലൈറ്റിനെ കടത്തിവിടാനായിട്ട് പറ്റും. ഡു യു റിമെമ്പർ ദിസ് പിക്ചർ? യെസ്, in the first chapter you studied this. What is that? Autonomous nervous system has two parts, that is sympathetic system and a parasympathetic system. Sympathetic system, the people in the eye dilates. അപ്പോൾ ഐയിലെ പീപ്പിളിൻ്റെ ഡയലേഷനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ്. പീപ്പിൾ ഇൻ ദ ഐ കൺട്രാക്ട്സ്, അതാരാണ് നിയന്ത്രിക്കുന്നത്? പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഓക്കെ, ഇതുകൂടെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Hi friends, today we are going to discuss retina and the photoreceptors. You might have understood that photoreceptors are present in the retina. Rod cells and cone cells are the photoreceptors in the retina. Rod cells are more in number than cone cells. അല്ലെ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. റെറ്റിനയിലുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സ് ആരാണ്? റോഡ് സെൽസും കോൺ സെൽസും ആണ്. റെറ്റിനയിൽ റോഡ് സെൽസിൻ്റെ എണ്ണം കോൺ സെൽസിനേക്കാളും വളരെ കൂടുതലാണ്. ആൻഡ് ദ റെറ്റിന ഹാസ് 3 layers ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ്. There is a ganglion layer, then bipolar layer, then photoreceptors. Photoreceptors are of two types. They are rod cells and cone cells. Rod cells are more in number than cone cells. Let's see the details of rod cells. Rod cells contain the visual pigment called rhodopsin. Rod cellsiലുള്ള visual pigment പേരാണ് rhodopsin. This pigment is formed from a protein named opsin and a retinal which is a derivative of vitamin A. ഈ rhodopsin എന്ന പിഗ്മെന്റ് ഫോം ചെയ്തിരിക്കുന്നത് ഓപ്സിൻ എന്ന പ്രോട്ടീൻ കൊണ്ടും വൈറ്റമിൻ എയുടെ ഡെറിവേറ്റീവായ റെറ്റിനൽ എന്ന സബ്സ്റ്റൻസും കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ക്യാരറ്റ് ഈസ് റിച്ച് വിത്ത് വൈറ്റമിൻ എ. അപ്പോൾ കണ്ണിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാരറ്റ് കഴിക്കണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കണമെന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നും നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ദീസ് സെൽസ് കനോട്ട് ഡിറ്റക്ട് കളർ. റോഡ് സെൽസിന് കളർ വിഷൻ നൽകാനുള്ള കപ്പാസിറ്റി ഇല്ല. ഡിം ലൈറ്റ് വിഷന് ഉള്ള സെല്ലാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ once more, rod cells contain the visual pigment called rhodopsin. The pigment is formed from a protein named opsin
and a retinal, which is a derivative of vitamin A. Rod cells are activated in dim light. That's why we are able to see objects in dim light. These cells cannot detect color. Okay, then we are going to learn cone cells. Cone cells contain a pigment called photopsin. അപ്പോൾ കോൺ സെൽസിലുള്ള പിഗ്മെൻ്റ് പേരെന്താണ്? ഫോട്ടോപ്സിൻ ഓർ ഐഡോപ്സിൻ. അതിന് മറ്റൊരു പേരൂടെ ഉണ്ട്, ഐഡോപ്സിൻ എന്നും പറയും. ഓക്കെ, ദിസ് പിഗ്മെൻറ്റ് ഈസ് ഓൾസോ കമ്പോസ്ഡ് ഓഫ് ഓപ്സിൻ ആൻഡ് റെറ്റിനൽ. അപ്പോൾ റോഡ് സെൽസിലെ റോഡോപ്സിൻ എന്ന പിഗ്മെൻറ്റിൽ ഉള്ളതുപോലെ തന്നെ കോൺ സെൽസിലെ ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ ഐഡോപ്സിൻ എന്ന പിഗ്മെൻറ്റിനകത്തും ഓപ്സിൻ എന്ന പ്രോട്ടീനും റെറ്റിനൽ എന്ന vitamin A derivative ആണുള്ളത്. There are 3 types of cone cells in our eyes, which helps to detect the primary colors of light: red, green and blue. നമ്മുടെ കണ്ണിൽ 3 ടൈപ്പ് കോൺ സെൽസുകളുണ്ട്. അത് പ്രൈമറി കളേഴ്സായ റെഡ് കളറിനെയും ഗ്രീൻ കളറിനെയും ബ്ലൂ കളറിനെയും ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട്, തിരിച്ചറിയാനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കോൺ സെൽസ് പ്രൊവൈഡ് അസ് വിത്ത് കളർ വിഷൻ. കോൺ സെൽസ് നമുക്ക് കളർ തിരിച്ചറിയുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് കളർ ബ്ലൈൻഡ്നെസ് എന്ന അസുഖമുണ്ടാകും. അത് ജനറ്റിക് ഡിസോർഡറാണ്. ആ ജനറ്റിക് ഡിസോർഡർ കൊണ്ട് കോൺ സെൽസിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകാനായിട്ട് കാരണം. അത് നമുക്ക് ലൈസൻസ് ഒക്കെ കിട്ടുന്നതിന് ഇത്തരം അസുഖം ഒരു തടസ്സമായി മാറാറ് ഉണ്ട്. So, there are 3 types of cone cells in our eyes which help us to detect the 3 primary colors of light: red, green and blue. This diversity is due to the difference in amino acid in the opsin molecule. എങ്ങനെയാണ് ഈ 3 ടൈപ്പ് കളേഴ്സിനെയും തിരിച്ചറിയാനായിട്ട് വ്യത്യസ്തമായ കോൺ സെൽസ് ഉള്ളത്? കാരണം ആ കോൺ സെൽസുകളുള്ള ഓപ്സിനിലെ അമിനോ ആസിഡിൻ്റെ വ്യത്യാസമാണ്. നമ്മൾ പറഞ്ഞു ഓപ്സിൻ ഒരു പ്രോട്ടീൻ മോളിക്യൂളാണെന്ന് പറഞ്ഞു, അല്ലേ? പ്രോട്ടീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്. അപ്പോൾ ഈ 3 ടൈപ്സ് ഓഫ് കോൺ സെൽസിലും ഉള്ള ഓപ്സിനിലെ അമിനോ ആസിഡിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഓപ്സിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് കോൺ സെൽസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. കോൺ സെൽസ് കണ്ടെയ്ൻ പിഗ്മെന്റ് കോൾഡ് ഫോട്ടോപ്സിൻ ഓർ ഐഡോപ്സിൻ. ഇതിനകത്ത് എന്തുണ്ട്? ഓപ്സിനും റെറ്റിനലും കൊണ്ട് തന്നെയാണ് ഈ പിഗ്മെന്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഹൗ മെനി ടൈപ്സ് ഓഫ് കോൺ സെൽസ് ആർ ദെയർ? 3 ടൈപ്സ് ഓഫ് കോൺ സെൽസ് ആർ ദെയർ. ദേ ഹെൽപ്പ് us to identify colors. Which are the colors? Red, green and blue. These are the primary colors, അല്ലേ? ഈ കളറുകൾ ചേർന്നാണ് പല കളറുകളും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കളറിൻ്റെ ഏത് ഷെയ്ഡ് ഉണ്ടെങ്കിലും വെറൈറ്റീസ് ഓഫ് കളേഴ്സ് കാണുന്നതിന് വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യും? കോൺ സെൽസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത്തരം വ്യത്യസ്തമായ കളർ കാണാനായിട്ട് നമുക്ക് കോൺ സെൽസ് ഹെൽപ്പ് ചെയ്യുന്നതിന് കാരണം എന്താണ്? ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ അമിനോ ആസിഡ് ഇൻ ദ ഓപ്സിൻ മോളിക്യൂൾ. പിന്നെ ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്താണ്? കളർ വിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? കോൺ സെൽസ് ആണ്. ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 26, ടേബിൾ 2.3. റെറ്റിന ആൻഡ് ദ ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ടേബിൾ എന്ത് ചെയ്യുക? നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബയോളജി സെക്കൻഡ് ചാപ്റ്റർ 11th പാർട്ടിലേക്ക് സ്വാഗതം. ഈ 11th പാർട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ 10th പാർട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് കണ്ടിരിക്കണം. ഒന്നുകൂടെ 10th പാർട്ട് കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. 10th പാർട്ടിൽ നമ്മൾ ഫോട്ടോ റിസപ്റ്റേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് കെമിസ്ട്രി ഓഫ് വിഷൻ. How are impulse formed in photoreceptors to make vision possible? There is a illustration given about how
impulse are formed in the photoreceptors. Okay, just see, we already studied rhodopsin is a pigment. This one, rhodopsin is a pigment present in rod cells. Photopsin is a pigment present in cone cells. Okay, when light falls on the rhodopsin become retinal and opsin. The rhodopsin dissociates to form a retinal and opsin. We already studied opsin is a protein molecule. Retinal is a derivative of vitamin A. Okay, the same way the photopsin or idopsin is dissociated to form a retinal and opsin. When light fall on the rhodopsin and photopsin dissociates to form retinal and opsin. Okay, in dim light or in the absence of light, the retinal and opsin resynthesis to form photopsin. The same way here, the retinal and opsin resynthesis to form rhodopsin. So when light fall on the retina, these pigments dissociate to form retinal and opsin. This dissociation of the pigments generate an impulse. We already studied that retina has 3 layers: photoreceptors, bipolar layer, and ganglion. So the impulses are generated in the photoreceptors are carried by bipolars and then to ganglion. Then here you see the optic nerve carries the impulses to the cerebrum. It makes the vision. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, when light falls on the retina, this pigment dissociates. അപ്പോൾ എന്ത് സംഭവിക്കും? ഫോട്ടോറിസപ്റ്റേഴ്സിനകത്ത് ഒരു സോഡിയം പൊട്ടാസ്യം പമ്പ് ഓപ്പറേറ്റ് ചെയ്യും. നമ്മൾ ന്യൂറോൺ സെൽസിനകത്ത് സ്റ്റിമുലസ് വരുമ്പോൾ സോഡിയം പൊട്ടാസ്യം പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ കോൺ സെൽസിനകത്തും റോഡ് സെൽസിനകത്തും ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ ഈ പിഗ്മെന്റ് ഡിസോസിയേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒരു സോഡിയം പൊട്ടാസ്യം പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ഈ ഇമ്പൾസ് എവിടെ നിന്ന്? നമ്മുടെ ഐയിലെ ഒപ്റ്റിക് നെർവ് ഈ ഇമ്പൾസിനെ ക്യാരി ചെയ്ത് ബ്രെയിനിലെ സെറിബ്രത്തിൽ കൊണ്ടെത്തിക്കും. അപ്പോഴാണ് നമുക്ക് വിഷൻ പോസിബിൾ ആകുന്നത്. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡ് ഇമേജ് നോക്കിയേ. ഇതിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഫോട്ടോ റിസപ്റ്റേഴ്സിൽ ഉണ്ടാകുന്ന ഇമ്പൾസിനെ ബൈപോളാർ ന്യൂറോൺ ക്യാരി ചെയ്ത് ഗാംഗ്ലിയോൺസ് വഴി ഈ പിക്ചറിൽ വന്ന് ഒപ്റ്റിക് നെർവ് വഴി സെറിബ്രത്തിലോട്ട് കൊണ്ടുപോകും. സോ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്, pigment present in the photoreceptors dissociate. This chemical change, ഈ ഡിസോസിയേഷനെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് കെമിക്കൽ ചേഞ്ച് ഉണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇപ്പൊ പഠിക്കുന്നില്ല, ഹയർ ക്ലാസ്സിൽ അത് പഠിക്കത്തുള്ളൂ. ഓപ്സിന്റെ കെമിക്കൽ സ്ട്രക്ചർ, റെറ്റിനിന്റെ കെമിക്കൽ സ്ട്രക്ചറിലൊക്കെ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഫോട്ടോ റിസപ്റ്റേഴ്സിലെ പിഗ്മെന്റ് ഡിസോസിയേറ്റ് ചെയ്യുന്നു. ഈ കെമിക്കൽ ചേഞ്ച് എന്തുണ്ടാക്കും? ഒരു ഇമ്പൾസ് ഫോം ചെയ്യും. These impulses are transmitted to the cerebrum through optic nerve and this enable vision. ഈ ഇമ്പൾസിനെ ഒപ്റ്റിക് നെർവ് സെറിബ്രത്തിലോട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകും. നമുക്കറിയാം സെറിബ്രത്തിലത് ഒപ്റ്റിക് ലോബ് ഉണ്ട്, അവിടെയാണ് ഈ വിഷൻ പോസിബിൾ ആകുന്നതെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, നമ്മൾ ഇന്ന് വരെ ഐയിനെ കുറിച്ച് പഠിച്ച നോളജിന്റെ അടിസ്ഥാനത്തിൽ, ഐയുടെ സ്ട്രക്ചർ മുതൽ ഈ കെമിക്കൽ വിഷൻ വരെയുള്ള നോളജിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഫ്ലോ ചാർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാർ ഒരു ചെറിയൊരു സഹായം കൂടെ തരാം. ഐന്റെ ഒരു പിക്ചർ കൂടെ ഞാൻ തരാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ലൈറ്റ് ഐയിൽ ഫോൾ ചെയ്യുന്നത് മുതൽ സെൻസ് ഓഫ് സൈറ്റ്, വിഷൻ ഉണ്ടാകുന്നത് വരെയുള്ള ഈവൻസുകൾ നിങ്ങൾ ഈ ഫ്ലോ ചാർട്ടിനകത്ത് കംപ്ലീറ്റ് ചെയ്യുക. വീഡിയോ പോസ് ചെയ്ത് സ്വന്തമായിട്ട് ഒന്ന് എഴുതുക. ഓക്കെ, നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ എഴുതിയത് ശരി ആണോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നോക്കിയേ, ലൈറ്റ് ആദ്യം എവിടെ കൂടിയാണ് അത് പോകുന്നത്? ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കോർണിയ ഉണ്ട്. പിക്ചറിൽ നോക്കുക, കോർണിയ അല്ലെ, കോർണിയയിൽ എത്തുന്ന ലൈറ്റ്. പിന്നെ എവിടെ പോകുന്നു?
ഇവിടെ ലെൻസിനും കോർണിയയ്ക്കും ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്താ വെച്ചാൽ അക്വസ് ചേംബർ. അപ്പോൾ അക്വസ് ചേംബറിലെ അക്വസ് ഹ്യൂമർ വഴി അവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ടായിരുന്നു, നമ്മൾ വെച്ചാൽ അക്വസ് ഹ്യൂമർ. കോർണിയ വഴി അക്വസ് ഹ്യൂമർ, ദെൻ ഐറിസിനിടയിൽ ഒരു സ്പേസ് ഉണ്ട്, ഒരു അപ്പർച്ചർ ഉണ്ട്, അതിനെ നമ്മൾ എന്ത് വിളിച്ചു? പീപ്പിൾ അല്ലെ. പീപ്പിൾ വഴി പിന്നെ എങ്ങോട്ട് എത്തുന്നു? ലെൻസിലോട്ട് എത്തുന്നു ലൈറ്റ്. ലെൻസിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഒരു വലിയൊരു ചേംബർ ഉണ്ടല്ലോ, ആ ചേംബറിനെ നമ്മൾ എന്ത് വിളിച്ചു? വിട്രിയസ് ചേംബർ അല്ലെ. ഇവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അതിനെന്ത് വിളിച്ചു? വിട്രിയസ് ഹ്യൂമർ. അപ്പോൾ ലൈറ്റ് എവിടെ എത്തുന്നു? വിട്രിയസ് ഹ്യൂമറിൽ എത്തുന്നു. പിന്നെ എവിടെ ഫോൾ ചെയ്യുന്നു? റെറ്റിനയിൽ അത് ഫോൾ ചെയ്യും. റെറ്റിനയിൽ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു റോഡോപ്സിൻ, ഫോട്ടോപ്സിൻ ഉള്ള പിഗ്മെന്റ് റെറ്റിനൽ ആൻഡ് ഓപ്സിൻ എന്ന ഡെറിവേറ്റീവ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസസോസിയേറ്റ് ചെയ്യും. ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാകും? ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ആ ഇമ്പൾസിനെ ആര് ക്യാരി ചെയ്യും? ഒപ്റ്റിക് നെർവ് ക്യാരി ചെയ്യും. എങ്ങോട്ട് കൊണ്ടുപോകും? സെറിബ്രത്തിലോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരേണ്ട പോയിന്റുകൾ ഏതാണ്? സാർ ഇപ്പൊ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഇവിടെ വരേണ്ട പോയിന്റുകൾ എന്താണെന്ന് നോക്കിയാൽ മക്കളെ. ലൈറ്റ് ആദ്യം എവിടെയാണ് വരുന്നത്? നമ്മൾ ഇവിടെ പറഞ്ഞ കോർണിയ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? കോർണിയ എന്ന് എഴുതണം. ഓക്കെ ഓക്കെ ഇവിടെ നമ്മൾ കോർണിയ എന്ന് എഴുതി. കോർണിയ കഴിഞ്ഞാൽ പിന്നെ വരുന്ന എവിടെയാണ്? ഈ ഭാഗത്താണ് അല്ലെ. ഇവിടെ എന്ത് ഫ്ലൂയിഡ് ആണുള്ളത്? അക്വസ് ഹ്യൂമർ അല്ലെ. അപ്പൊ നമ്മളിവിടെ അക്വസ് ഹ്യൂമർ എന്ന് എഴുതി. സാർ ഷോർട്ടായിട്ടാണ് എഴുതുന്നത്, അക്വസ് ഹ്യൂമർ എന്ന് എഴുതി. അക്വസ് ഹ്യൂമർ കഴിഞ്ഞാൽ പിന്നെ എന്താണ്? റെറ്റിനയുടെ ഇടയ്ക്ക് ഐറിസിനിടയിലുള്ള അപ്പർച്ചർ. അപ്പർച്ചർ നമ്മൾ എന്ത് വിളിച്ചു? പ്യൂപ്പിൾ. അപ്പൊ അടുത്തെന്ത് ചെയ്യുന്നു? പ്യൂപ്പിൾ വഴി കടന്ന് പോകുന്നു. ഓക്കെ, പ്യൂപ്പിൾ എന്ന് എഴുതി. അത് കഴിഞ്ഞ ആരാണ്? ലെൻസ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മളിവിടെ ലെൻസ് എന്ന് എഴുതുന്നു. ഓക്കെ, ലെൻസ് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? വിട്രിയസ് ഹ്യൂമർ. വിട്രിയസ് ചേംബറിലുള്ള ഫ്ലൂയിഡായ വിട്രിയസ് ഹ്യൂമർ. ഓക്കെ, അത് കഴിഞ്ഞാൽ ലൈറ്റ് എവിടെ ഫോൾ ചെയ്യുന്നു? റെറ്റിനയിൽ ഫോൾ ചെയ്യും അല്ലെ. അപ്പൊ നമ്മളിവിടെ എന്ത് എഴുതുന്നു? റെറ്റിന. റെറ്റിനയിൽ ലൈറ്റ് ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ജനറേറ്റ് ചെയ്യും? ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും അല്ലെ. ഓക്കെ, അതാ ഇമ്പൾസ് അവിടെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അത് ഫിൽ ചെയ്യണം. ഇമ്പൾസ് ജനറേറ്റ് കഴിഞ്ഞാൽ അടുത്തെന്താണ് സംഭവിക്കുന്നത്? ആ ഇമ്പൾസിനെ അല്ലെ, ആ ഇമ്പൾസിനെ ആര് ക്യാരി ചെയ്യും? ഒപ്റ്റിക് നെർവ് ക്യാരി ചെയ്യും. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് എഴുതേണ്ടത്? ഒപ്റ്റിക് നെർവ്. നിങ്ങൾ ഫുൾ നെയിം എഴുതുക, സാർ ഷോർട്ടായിട്ട് എഴുതുന്നത് ടൈംസ് ചെയ്യണം. ഒപ്റ്റിക് നെർവ്. ഒപ്റ്റിക് നെർവ് ഇതിനെ ക്യാരി ചെയ്ത് എവിടെ കൊണ്ടുപോകും? ബ്രെയിനിലെ സെറിബ്രം അല്ലെ. അവിടെയാണ് വിഷൻ സെന്റർ ഉള്ളത് അല്ലെ, ഒപ്റ്റിക് ലോബ്. അപ്പോ ബ്രെയിനിലെ സെറിബ്രത്തിൽ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? സെൻസ് ഓഫ് സൈറ്റ് അല്ലെങ്കിൽ വിഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തൊന്ന് മനസ്സിലാക്കുന്നു. തെറ്റുണ്ടെങ്കിൽ സാർ ഇപ്പൊ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? കറക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. when light fall on the retina, the rhodopsin, the pigments rhodopsin and photopsin disassociate from retinal and opsin. This disassociation makes impulse in the retina. These impulses are carried by optic nerve to the cerebrum. ഇങ്ങനെയാണ് നമുക്ക് വിഷൻ ഉണ്ടാകുന്നത്. ഇനി അടുത്തൊരു പോയിന്റിലോട്ട് നമ്മൾ പോവാണ്, ബൈനോക്കുലർ വിഷൻ. എന്താണ്? നമ്മൾ എന്ത് പോയിന്റിലോട്ട് പോവാണ്? ബൈനോക്കുലർ വിഷൻ. ബൈനോക്കുലർ വിഷൻ നമുക്ക് ഒരു ആക്ടിവിറ്റിയിലോട്ട് പോവാം. അതിനു മുമ്പ് ഞാൻ ഒരു ചെറിയൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. Are in two image of the same object formed into our two eyes? നമുക്ക് രണ്ട് കണ്ണുണ്ടല്ലോ, അപ്പൊ ഓരോ കണ്ണിലും ഓരോ ഇമേജ് ഉണ്ടാകില്ലേ? അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ റെറ്റിനില് രണ്ട് ഇമേജ് ഉണ്ട്, രണ്ട് കണ്ണിലായിട്ട് രണ്ട് ഇമേജ് ഉണ്ടാകില്ലേ? ബട്ട് വി സീ ഓൺലി വൺ ഇമേജ് ഓഫ് ദ ഒബ്ജക്ട്. ഹൗ ഡസ് ദിസ് ഹാപ്പൻ? പക്ഷെ നമ്മള് ഒബ്ജക്റ്റിനെ ഒന്നായിട്ടേ കാണുന്നുള്ളൂ. അതിൽ രണ്ട് ഇമേജ് ഉണ്ടാകുന്നെങ്കിലും നമുക്ക് ഒബ്ജക്റ്റിനെ ഒന്നായിട്ടേ കാണുന്നുള്ളൂ. അതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അതിന് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക, മുന്നോട്ട് നീക്കി പിടിക്കുക. ഓക്കെ, നീക്കി പിടിച്ചല്ലോ. ദെൻ എന്ത് ചെയ്യുക? ക്ലോസ് യുവർ റൈറ്റ് ഐ ആൻഡ് ഫോക്കസ് ഓൺ ദ ഫോർ ഫിംഗർ ഓഫ് യുവർ ലെഫ്റ്റ് ഹാൻഡ്. അപ്പൊ നമ്മുടെ ചൂണ്ടുവിരൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നീട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വലത് കണ്ണ് എന്ത് ചെയ്യുന്നു? അടച്ചു പിടിക്കുന്നു. ഓക്കെ, അടച്ചു പിടിച്ചല്ലോ. അടുത്ത് നോക്കുക. Now close your left eye without changing the direction of your head. Focus on the same finger. നമ്മൾ വിരലും മാറ്റുന്നില്ല, തലയും മാറ്റുന്നില്ല. വലത് കണ്ണാണ് അടച്ചു പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുക? വലത് കണ്ണ് തുറന്നിട്ട് പെട്ടെന്ന് ഇടത് കണ്ണ് അടച്ചു പിടിക്കുക. അപ്പൊ എന്ത് മാറ്റം ഉണ്ടാവും? നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വലത് കണ്ണ് ഇടത് കണ്ണ് ഇങ്ങനെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്ത് നോക്കുക. അപ്പൊ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് ചെക്ക് ചെയ്യുക. ഈ ആക്ടിവിറ്റി ഒന്ന് ചെയ്യണം മക്കളെ.
ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ആക്ടിവിറ്റി ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, വലത് കണ്ണടയ്ക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ദൂരെയായിട്ട് കാണുന്നു, ഇടത് കണ്ണടയ്ക്കുമ്പോൾ റൈറ്റ് സൈഡ് അടുത്തായിട്ട് കാണുന്നു. എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന നോക്കുക, ബൈനോക്കുലർ വിഷൻ എന്താണ്? The image from two sides of the same objects are formed in the left and right eye. അല്ലേ, നമുക്ക് ഒരു ഇമേജിന്റെ രണ്ട് സൈഡിൽ നിന്നുള്ള എന്താണ്, ഒബ്ജക്റ്റിന്റെ രണ്ട് സൈഡിൽ നിന്നുള്ള ഇമേജ് നമ്മുടെ ഇടത് വലത് കണ്ണുകളിൽ ഫോം ചെയ്യുന്നുണ്ട്. When these two images combine as a result of activities of the brain, okay, ഈ ഇമേജിന്റെ ഇമ്പൾസ് നമ്മുടെ ബ്രെയിനിൽ പോകുമല്ലോ, ആ ബ്രെയിൻ അതിനെ കമ്പൈൻ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കൊരു 3-dimensional ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ ബൈനോക്കുലർ വിഷൻ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, the image from two sides of the same objects are formed in the left and right eye. When these two images combines as a result of the activities of the brain, അപ്പൊ ഈ ഇമേജിന്റെ ഇമ്പൾസ് ഒപ്റ്റിക് നെർവല്ലേ ബ്രെയിനിൽ കെയർ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ സെറിബ്രത്തിൽ വെച്ച് ഇതിന്റെ ബ്രെയിനിന്റെ ആക്ടിവിറ്റി കൊണ്ട് ഇത് കമ്പൈൻ ചെയ്യുകയും നമുക്ക് ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട് 3-dimensional വ്യൂവിൽ കാണാൻ സാധിക്കുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ബൈനോക്കുലർ വിഷൻ എന്ന് പറയപ്പെടുന്നത്. ഇനി ബൈനോക്കുലർ വിഷൻ നമ്മളെ എന്തിനെല്ലാം ഹെൽപ്പ് ചെയ്യണം നോക്കിയേ. A 3-dimensional image of the object is formed. നമുക്ക് ഒരു 3-dimensional ഇമേജ് കാണാനായിട്ട് പറ്റുന്നു, കറക്റ്റ് പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് കാണാനായിട്ട് പറ്റുന്നു, എക്സാക്ട് ഡിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജക്ട്, ഒബ്ജക്റ്റിന്റെ യഥാർത്ഥ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ടും ബൈനോക്കുലർ വിഷൻ ഹെൽപ്പ് ചെയ്യുന്നു. So binocular vision helps us to see the 3-dimensional image of an object, exact position of an object, exact distance of an object. Okay, so in this video we discussed the chemistry of vision and binocular vision. ഇത് രണ്ടും വീഡിയോ ഒന്നുകൂടെ കണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിനെ ഫോണിൽ വിളിച്ച് ചോദിക്കുക. ഓക്കെ, താങ്ക് യു. Hi dear friends, this is part 12 video, eye defects and disease, that we are going to study in this video, part 12. Okay, you are now aware of some of the eye defects. നമ്മൾ മുൻപ് പഠിപ്പിച്ച ക്ലാസ്സിൽ തന്നെ സാറ് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് ചില ഡിസീസ്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഒന്ന് ഓർത്ത് നോക്കിയേ. സാറ് പറഞ്ഞ ചില ഐയുടെ ഡിഫക്ട്സ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്, വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും നമ്മൾ പഠിച്ചു അല്ലേ. റെറ്റിനാൽ വൈറ്റമിൻ എയുടെ ഡെറിവേറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അതുപോലെ കോൺസെൽസ് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഡിസോർഡർ പറഞ്ഞായിരുന്നല്ലോ, കളർ ബ്ലൈൻഡ്നെസ് അല്ലെ, ഒരു ജനറ്റിക് ഡിസോർഡർ ആണെന്ന് നമ്മൾ പറഞ്ഞു, കളർ ബ്ലൈൻഡ്നെസ്. ഇതൊക്കെ ഈ ടേംസ് ഒക്കെ നമ്മുടെ മനസ്സിനകത്തുണ്ട്. ഈ അസുഖങ്ങളും കൂടാതെ മറ്റ് പല ഐ ഡിഫക്ട്സും ഡിസീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, മയോപ്യ ഓർ ഷോർട്ട് സൈറ്റ്നെസ് എന്ന ഡിസീസാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മയോപ്യ ഓർ ഷോർട്ട് സൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് അടുത്തുള്ള വസ്തുക്കളെ കാണാനായിട്ട് പറ്റും, ദൂരെയുള്ള വസ്തുക്കളെ കാണാനായിട്ട് പറ്റില്ല. അപ്പൊ ചിലര് ശ്രദ്ധിച്ചാൽ നിങ്ങൾ അറിയാം, പത്രമൊക്കെ ബുക്കൊക്കെ വായിക്കുന്ന ചില കുട്ടികൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് വായിക്കുന്നതാണ്. കാരണം അവർക്ക് അടുത്തുള്ള വസ്തുക്കളെ പ്രോപ്പറായിട്ട് കാണാനായിട്ട് പറ്റത്തുള്ളൂ, ദൂരെയുള്ള വസ്തുക്കളെ പ്രോപ്പറായിട്ട് കാണാനായിട്ട് പറ്റില്ല. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ മയോപ്യ അല്ലെങ്കിൽ എന്താണ് ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഷോർട്ട് സൈറ്റ് എന്ന് മനസ്സിലാക്കിയിരുന്നാലും മതി. ഓക്കെ, ഇതിന്റെ കോസസ്, സിംറ്റംസ്, റെമഡീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ കാരണം, കോസസ്, റീസൺ എന്ന് പറഞ്ഞത് ഒന്ന് ഐ ബോൾ ലോങ്ങർ ആയിരിക്കും. പിന്നെ ഇവർക്ക് ഇമേജ് റെറ്റിനയുടെ ഫ്രണ്ടിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അത് സാർ ഒരു പിക്ചറിലൂടെ കാണിച്ചു തരാം. ഇമേജ് റെറ്റിനയിൽ ഫോൾ ചെയ്യുന്നില്ല, പകരം റെറ്റിനയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടായിരിക്കും ഇമേജ് ഫോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കുണ്ടാകുന്ന വിഷൻ എങ്ങനത്തെ വിഷൻ ആയിരിക്കും? ബ്ലേർഡ് വിഷൻ ആയിരിക്കും. സിംറ്റം എന്താണ്? ബ്ലേർഡ് വിഷൻ. അതുപോലെ തന്നെ കാൺ സി ഡിസ്റ്റന്റ് ഒബ്ജക്ട്, ദൂരെയുള്ള വസ്തുക്കൾ അവർക്ക് കാണാനായിട്ട് പറ്റില്ല, അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് മയോപ്പിനെ നമ്മൾ ഷോർട്ട് സൈറ്റ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം ആൾക്കാർക്ക് ഈ അസുഖം നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? കോൺകേവ് ലെൻസ് ഉള്ള സ്പെക്സ് ഉപയോഗിക്കുക. കോൺകേവ് ലെൻസ് ഉള്ള സ്പെക്സ് ഉപയോഗിക്കുന്നതാണ് ഇതിനൊരു പരിഹാരമായിട്ട് മാറുന്നത്. നമ്മൾ ഈ ഡിസീസിന്റെ അല്പം സ്പീഡിലായിരിക്കും പോകുന്നത്. നിങ്ങൾ വീഡിയോസ് വീണ്ടും വീണ്ടും കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിനെ വിളിക്കുക. ഓക്കെ, വി ആർ മൂവിങ് ടു നെക്സ്റ്റ്. നോക്കാം, ഇതാണ് സാധാരണ നോർമൽ വിഷൻ. നോക്കിയേ, ഈ റേസ് നോക്കിയേ, നേരെ വന്ന് ഫോൾ ചെയ്യുന്ന എവിടെയാണ്? റെറ്റിനയിൽ ഫോൾ ചെയ്യുന്നത്, നോർമൽ വിഷൻ. പക്ഷെ മയോപ്യ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്നെസ് ഉള്ള ഒരാൾക്ക് ലൈറ്റ് റേസ് വന്ന് റെറ്റിനയുടെ ഫ്രണ്ടിലാണ് ഫോൾ ചെയ്യുന്നത്. ഇവിടെ വരെ വരുന്നുള്ളൂ.
റെറ്റിനയിൽ വരുന്നില്ല അല്ലെ. അപ്പൊ ഇതെങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം? ഇവിടെ നോക്കിയേ, ലൈറ്റ് റേസ് ഇവിടെയാ ഫോക്കസ് ചെയ്യുന്ന മയോപ്യ ഉള്ള ഒരാൾക്ക്. അപ്പൊ നമ്മൾ കോൺകേവ് ലെൻസ് യൂസ് ചെയ്തപ്പോ ലൈറ്റ് റേസ് എവിടെ ഫോൾ ചെയ്തു? കൃത്യമായ റെറ്റിനയിൽ ഫോൾ ചെയ്തു. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത് കാണുന്ന വസ്തുവിനോടൊപ്പം തന്നെ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെയും കാണാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അനദർ ഡിസീസ് ഹൈപ്പർമെട്രോപ്പിയ ഓർ ഫാർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഫാർ സൈറ്റ്, ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാലും മതി. ലോങ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റും, പക്ഷെ അടുത്തുള്ള വസ്തുക്കളെ കാണാനായിട്ട് പറ്റില്ല. ഇവിടെ നോക്കിയേ, നോർമൽ വിഷൻ ലൈറ്റ് റേസ് വന്ന് റെറ്റിനയിൽ കൃത്യമായിട്ട് ഫോൾ ചെയ്യുന്നുണ്ട്. ഈ ഹൈപ്പർമെട്രോപ്പിയ ഉള്ള ആൾക്കാർക്ക്, ഈ കണ്ടീഷൻ ഉള്ള ആൾക്കാർക്ക് ലൈറ്റ് റേസ് എവിടെയാ ഫോൾ ചെയ്യുന്നത്? ബിഹൈൻഡ് ദ റെറ്റിനയുടെ പുറകിലാണ് ഫോൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം? ഹൈപ്പർമെട്രോപ്പിയ എങ്ങനെ കറക്റ്റ് ചെയ്യാം? കോൺവെക്സ് ലെൻസ് അല്ലെ, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ലൈറ്റ് റേസ് റെറ്റിനയിൽ ഫോൾ ചെയ്യാം. അപ്പൊ ഇവർ ഉപയോഗിക്കുന്ന സ്പെക്സിനകത്ത് എന്ത് ലെൻസ് ഉണ്ടാവണം? സ്പെക്സ് കോൺവെക്സ് ലെൻസ് ഉള്ള സ്പെക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ കോസസ് എന്താണ്? ഐബോൾ ഈസ് ഷോർട്ടർ. ഇമേജ് എവിടെ ഫോം ചെയ്യും? ബിഹൈൻഡ് ദ റെറ്റിന. ഓക്കെ, കാൺ സി നിയർ ഒബ്ജക്ട്. ഫാർ സൈറ്റഡ്നെസ്, ലോങ് സൈറ്റ് എന്നാണ്. അപ്പൊ ദൂരെയുള്ള വസ്തുക്കളെ കാണും, പക്ഷെ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റില്ല. ചില ആൾക്കാർ പത്രമൊക്കെ വായിക്കുന്നത് വളരെ ദൂരെ പിടിച്ചാണ് വായിക്കുന്നത്, ശ്രദ്ധിച്ചാൽ അറിയാം അല്ലെ, ദൂരെ പിടിച്ച് വായിക്കുന്നതായിട്ട് കാണാം. അതിന് കാരണം എന്താണ്? അവർക്ക് അടുത്തുള്ള വസ്തുക്കളെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല, ദൂരെ പിടിച്ചാലേ കാണുന്നത്. എന്ത് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ദെൻ അനദർ ഡിസീസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. കാരണം എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. വി ഓൾറെഡി സ്റ്റഡീഡ്. നമുക്ക് ഡിം ലൈറ്റിൽ വസ്തുക്കളെ പ്രോപ്പറായിട്ട് കാണാനായിട്ട് പറ്റില്ല. കാരണം ഡിം ലൈറ്റില് റെറ്റിനലും ഓപ്സിനും കൂടെ കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറണം? റോഡോപ്സിൻ ആയിട്ട് മാറണം. എന്നാൽ മാത്രമേ ഡിം ലൈറ്റ് വിഷൻ പോസിബിൾ ആകത്തുള്ളൂ. അപ്പം വൈറ്റമിൻ എ ഇല്ലെങ്കിൽ റെറ്റിനാൽ എന്ന ഡെറിവേറ്റീവ്സ് നമുക്ക് കണ്ണിനകത്ത് ഉണ്ടാവില്ല. അപ്പം ഓപ്സിനും കൂടെ ചേർന്ന് റോഡോപ്സിൻ എന്ന പിഗ്മെന്റ് ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പൊ ഡിം ലൈറ്റ് വിഷൻ ഇവർക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വൈറ്റമിൻ എ ധാരാളം അടങ്ങിയ ലീഫി വെജിറ്റബിൾ, ക്യാരറ്റ്സ് പോലെയുള്ള വെജിറ്റബിൾസ് ധാരാളമായിട്ട് കഴിക്കുന്നതിലൂടെ ഈ ഡിസീസിനെ നമുക്ക് ഒരു പരിധി വരെ റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഡിസീസ് സിറോഫ്താൽമിയ. ഇതിന് കാരണം പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഇങ്ങനെ ധാരാളമായിട്ട് കൂടുതൽ കാലം കണ്ടിന്യൂ ചെയ്തു പോയാൽ നമ്മുടെ കൺജങ്ക്റ്റിവ എന്തായി പോവും? കോർണിയയും ഡ്രൈ ആൻഡ് ഒപ്പേക്ക് ആയി പോകും. ഓക്കെ, ഈ കോർണിയയും കൺജങ്ക്റ്റിവയൊക്കെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള റീജിയൻ ആണ്. ഇതുവഴിയാണ് ലൈറ്റ് റൈസ് ഐസിനകത്തോട്ട് കടക്കേണ്ടത് അല്ലെ. അപ്പൊ ഇത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി പ്രൊലോങ് ചെയ്തു പോയാൽ, നീണ്ടുപോയി കഴിഞ്ഞാൽ കൺജങ്ക്റ്റിവയും കോർണിയൊക്കെ ഡ്രൈ ആയി ഒപ്പേക്ക് ആയി പോകും. അങ്ങനെ ആയിപ്പോയി ലൈറ്റ് റൈസ് കിടക്കുക. അങ്ങനെ അത് അവസാനം എന്തിലോട്ട് ലീഡ് ചെയ്യും? ബ്ലൈൻഡ്നെസ്സിലോട്ട് ലീഡ് ചെയ്യും. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ നടക്കണം. നമ്മൾ വെജിറ്റബിൾസ് മാത്രം കഴിച്ചാൽ പോരാ, വൈറ്റമിൻ എയുടെ സിറപ്പുകൾ അല്ലെങ്കിൽ വൈറ്റമിൻ എയുടെ ടാബ്ലറ്റ്സ് കഴിക്കണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് റെക്ടിഫൈ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അനദർ ഡിസീസ് ആണ് കളർ ബ്ലൈൻഡ്നെസ്. ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഇതിനകത്ത് ഒരു ആക്ടിവിറ്റി തന്നിരിക്കുന്ന പിക്ചറിനകത്ത് കുറെ ഡോട്ട്സ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ഡോട്ട്സിന്റെ അകത്ത് നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ നമ്പർ ഒന്ന് ഉറക്കെ പറഞ്ഞേ. യെസ്, 8 എന്ന നമ്പർ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല? കളർ ബ്ലൈൻഡ്നെസ് ഇല്ല. റീഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്. കളർ ബ്ലൈൻഡ്നെസ് എന്തിന്റെ ഡിഫക്റ്റ് കൊണ്ടാണ് വരുന്നത്? കോൺ സെൽസിന്റെ ഡിഫക്റ്റ് കൊണ്ടാണ് വരുന്നത്. കാരണം നമുക്ക് കളർ വിഷൻ, ബ്രൈറ്റ് ലൈറ്റ് വിഷൻ ഇതൊക്കെ പോസിബിൾ ആക്കുന്നത് ആരാണ്? കോൺ സെൽസ് ആണ് അല്ലെ. അപ്പൊ കോൺ സെൽസിന്റെ ഡിഫക്റ്റ് കൊണ്ടാണ് നമുക്ക് കളർ ബ്ലൈൻഡ്നെസ് വരുന്നത്. ഇത്തരം ആൾക്കാർക്ക് ഗ്രീൻ, റെഡ്, അതുപോലെ തന്നെ ഇതിനകത്ത് ഒന്ന് മിസ്സിംഗ് ആണ് ബ്ലൂ കളർ. ഗ്രീൻ, റെഡ്, അതുപോലെ എന്താണ് ബ്ലൂ കളേഴ്സ് അവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റാതെ വരും. ഇതിന് പ്രത്യേകിച്ച് റെമഡീസ് ഇല്ല, കാരണം ജനറ്റിക് ഡിസോർഡർ ആണ്. A person with the color blindness are not selected for military or for job like the driver, pilot. കാരണം സിഗ്നൽസ് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത്തരം ജോലികളിൽ എടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ദെൻ ഗ്ലക്കോമ അതിന്റെ കോസസ് റീഅബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ ഡസ് നോട്ട് ഒക്കർ. നമ്മൾ പറഞ്ഞ അക്വസ് ചേമ്പറിനകത്ത് ഒരു അക്വസ് ഹ്യൂമർ ഉണ്ട്. അത് ബ്ലഡിൽ നിന്നുണ്ടാകുന്നു, ബ്ലഡിൽ റീഅബ്സോർബ് ചെയ്യും. ബ്ലഡിലോട്ട് ഇത് റീഅബ്സോർബ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ അക്വസ് ഹ്യൂമറിന്റെ അളവ് എന്ത് ചെയ്യും? കൂടും. കൂടിക്കഴിഞ്ഞാൽ ഐക്കകത്ത് ഒരു പ്രഷർ ഉണ്ടാകും. പ്രഷർ ഇൻസൈഡ് ദ ഐ. ഇത് എന്തിനെ ഡാമേജ് ചെയ്യും? റെറ്റിനെ ഡാമേജ് ചെയ്യും. റെറ്റിനിലെ ഫോട്ടോ റിസപ്റ്റേഴ്സിനെ ഡാമേജ് ചെയ്യും.
ultimately leads to blindness. Blindness വരെ ഇത് കാരണമായിട്ട് മാറും. ഇത് നമുക്ക് റെമഡി എന്താണ്? ലേസർ സർജറി വഴി നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ കാട്രാക്ട് അതിന്റെ റീസൺസ് അല്ലെങ്കിൽ കോസസ് എന്താണ്? ലെൻസ് ഓഫ് ദ ഐ ബിക്കം ഒപ്പെക്. നമ്മൾ പ്രായമാകുന്നതിനനുസരിച്ച് ലെൻസിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും ലെൻസ് ഒപ്പേക്ക് ആകുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലെൻസിന് ലൈറ്റിനെ റെറ്റിനിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ബ്ലൈൻഡ്നെസ് ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇതിന് ഒരേ ഒരു വഴിയുള്ളൂ, ലെൻസ് റീപ്ലേസ് ചെയ്യുക. ആർട്ടിഫിഷ്യൽ ലെൻസ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ലെൻസ് നമുക്ക് സർജറി വഴി എന്ത് ചെയ്യാനായിട്ട്? റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി കൺജക്ടിവിറ്റീസ്, ഇതെല്ലാം നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. കണ്ണ് ചുവന്ന കുട്ടികൾ ചില സമയങ്ങളിൽ നമ്മുടെ ക്ലാസ്സുകളിൽ വരാറുണ്ട് അല്ലെ. ഇതെന്താണ്? ഈ ഡിസീസിനെയാണ് നമ്മൾ കൺജക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇത് ഒരു ഇൻഫെക്ഷൻ ആണ്. ബാക്ടീരിയ, വൈറസ് പോലെയുള്ള ഓർഗാനിസംസ് നമ്മുടെ ഐയിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് കൺജക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ റെഡിഷ്നെസ് ഇൻ ദ ഐ. ഇതിന് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, റെമഡി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഹൈജീൻ. ഈ ഡിസീസ് ഉള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന കർച്ചീഫോ അങ്ങനത്തെ സാധനങ്ങളോ പാത്രങ്ങളൊന്നും നമ്മൾ തൊടാനായിട്ട് പാടില്ല. അവർ ടച്ച് ചെയ്ത ഒബ്ജക്റ്റ് ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല. പ്രസ് ബയോപ്പിയ എന്നൊരു ഡിസീസ് ആണ്. ഇതിവിടെ നമുക്ക് ആദ്യം പിക്ചറിലോട്ട് നോക്കാം. നോർമൽ വിഷൻ ആണെങ്കിൽ ലൈറ്റ് റേസ് ഇവിടെ വന്ന് ഫോൾ ചെയ്യുന്നു, റെറ്റിനയിൽ തന്നെ ഫോൾ ചെയ്യുന്നു. ഇപ്പൊ പ്രസ് ബയോപ്പിയ ഉള്ള ഒരാൾക്കാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? നേരെ റെറ്റിനയുടെ പുറകിലാണ് ഫോൾ ചെയ്യുന്നത്. പ്രസ് ബയോപ്പിയ ഉള്ള ഒരു കോൺവെക്സ് ലെൻസ് ഉള്ള സ്പെക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റ് റേസ് എവിടെ തന്നെ ഫോൾ ചെയ്യും? നേരെ റെറ്റിനയിൽ തന്നെ ഫോൾ ചെയ്യും. ഓക്കെ, ഹാർഡനിങ് ഓഫ് ദ ലെൻസ് ഓഫ് ദ ഐ. ഐയിന്റെ ലെൻസ് ഹാർഡൻ ചെയ്യും. ഇതും ഏജിങ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെ ഹാർഡൻ ചെയ്ത് കഴിഞ്ഞാൽ ഐയുടെ ലെൻസിന്റെ കർവേച്ചർ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഫ്ലെക്സിബിൾ ആയിരിക്കില്ല ലെൻസ്. അങ്ങനെ വരുമ്പോൾ വിഷൻ ബ്ലേർഡ് ആകും. നോർമൽ ഡിസ്റ്റൻസിലുള്ള റീഡിങ് നടക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഈ ഡിസീസിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്. നമ്മൾ ഇത്തരം ഡിഫക്ട്സും ഡിസീസുകളൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നമ്മൾ എന്ത് ചെയ്യണം? വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, ഹാവ് ഫുഡ് മെറ്റീരിയൽസ് റിച്ച് ഇൻ വൈറ്റമിൻ എ. അവോയ്ഡ് എക്സസീവ് യൂസ് ഓഫ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടർ. ഇന്നിപ്പോ കുട്ടികൾക്ക് മൊബൈലും കമ്പ്യൂട്ടറും ധാരാളം യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പൊ പഠനത്തിന് വേണ്ടിയിട്ട് മാത്രം ഇപ്പൊ തൽക്കാലത്തേക്ക് യൂസ് ചെയ്യുക. കമ്പ്യൂട്ടർ ഗെയിംസോ മൊബൈൽ ഗെയിംസോ ഈ ഒരു ഓൺലൈൻ ക്ലാസ് നടക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതിലൂടെ എക്സസ് യൂസ് ഓഫ് മൊബൈൽ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അവോയ്ഡ് റീഡിംഗ് വെൽ ട്രാവലിംഗ് ആൻഡ് ഇൻ ഡിം ലൈറ്റ്. ട്രാവൽ ചെയ്യുമ്പോഴും ഡിം ലൈറ്റിലുള്ള റീഡിംഗ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഡോണ്ട് പ്ലേ വിത്ത് ഷാർപ്പ് ഒബ്ജക്ട്. കുട്ടികളുമായിട്ട് ക്ലാസ്സിലിരുന്ന് കളിക്കുമ്പോൾ കോമ്പസ് പെൻസിൽ ഉപയോഗിച്ച് കുട്ടികളുടെ മുഖത്തിന്റെ അടുത്ത് വെച്ച് കളിക്കാതിരിക്കുക. അതുപോലെ കിട്ടി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുപോലെ ലബോറട്ടറീസിലോട്ടൊക്കെ പോകുമ്പോൾ കെമിക്കൽസ് ഒക്കെ കണ്ണിൽ ഫോൾ ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ടി വി വാച്ച് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഇരുന്ന് വേണം വാച്ച് ചെയ്യാനായിട്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഐയുടെ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിന് വിളിക്കുക. ഓക്കെ, താങ്ക് യു.